നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടാ, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? അവിടെ ചടങ്ങോട് ചടങ്ങി തന്നെ. പ്രിയങ്കയ്ക്ക് ടെൻഷൻ വല്ലതും ഉണ്ടോ? എന്ത് ടെൻഷൻ? പ്രിയങ്കരെ കണ്ണില് സ്പ്രേ വീണില്ലല്ലോ. പാവം, ഈ ചുറ്റും പരിചയമില്ലാത്തവര് മാത്രമാ. എന്നെ തിരക്കുന്നുണ്ടാവും. ആര് തിരക്കാൻ? മുത്തശ്ശിയില്ലേ? ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യത്തില് മുത്തശ്ശിയെ കടത്തിവെട്ടാൻ വേറെ ആരാണുള്ളത്? ആ ശരിയാ, മുത്തശ്ശി തന്നെ ഏറ്റവും വലിയ ആശ്വാസം. എന്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞതും ഇപ്പൊ പ്രിയങ്ക എന്റെ കൂടെ ചേർത്തതും എല്ലാം എല്ലാം മുത്തശ്ശി തന്നെ. ഏട്ടത്തി, എനിക്കിത് ഡ്രസ് ചേഞ്ച് ചെയ്യണം. ഏതാ മുറി? എനിക്കറിയില്ല. ആരും ഒന്നും പറഞ്ഞു തന്നില്ലേ? ഇല്ല. ആ പിന്നെ ഈ നീട്ടി വിളിച്ചുള്ള ഏട്ടത്തീന്നുള്ള വിളി വേണ്ട. പിന്നെ എന്ത് വിളിക്കണം? പേര് വിളിക്കുന്നോണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് അത്രയ്ക്കുള്ള പ്രായമേ ഉള്ളൂ. ആ പിന്നെ വേറൊരു കാര്യം, ഈ വീട്ടിലധികം സ്വാതന്ത്ര്യം എടുക്കാന്ന് കരുതണ്ട. എല്ലാവരും ഇഷ്ടക്കൂടുതൽ കാണിക്കുമ്പോ ചിലപ്പോ തെറ്റിദ്ധരിച്ചു പോവും, അഹങ്കരിക്കാൻ തോന്നും. പ്രത്യേകിച്ച് അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്നാണല്ലോ വരവ്. പിന്നെ നിന്നെ പോലെ അല്ല ഞാൻ. എഴുതി കൂട്ടിയ കണിമംഗലത്തിനേക്കാളും അല്പം കൂടുതലായിരിക്കും എന്റെ കുടുംബത്തിന്റെ ആസ്തി. സോ ആ റെസ്പെക്ട് ഉണ്ടാവണം ഇനിയുള്ള എല്ലാ കാര്യത്തിനും. എന്തു പറ്റി മോളെ? ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ മുറി ചോദിച്ചു. ഏട്ടത്തിക്ക് അത് ഇഷ്ടമായില്ല. പിന്നെ ഏട്ടത്തിനെ വിളിക്കണ്ടെന്നും പറഞ്ഞു. പിന്നെ എന്താണ് അവ വിളിക്കേണ്ടത്? അവളെ മോൾ അങ്ങനെ തന്നെ വിളിച്ചാ മതി. കൽപ്പന മനസ്സിൽ തട്ടുന്നത് എന്തെങ്കിലും പറഞ്ഞാ അത് മോളെ എന്നോടോ പത്മിനിയോടോ പറയണം. അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ മോൾക്ക് മനസ്സിലാവും. പരിഭ്രമിച്ചൊന്നും നിൽക്കേണ്ട ഒരു കാര്യമില്ല. മോളുടെ വീടല്ലേ. അമ്മ മുറി കാണിച്ചു തരാം, വാ. വരട്ടെ. ഒരു ചടങ്ങൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് മോള് ഡ്രസ്സ് മാറ്റിയാ മതി. താലിപൂജയാ. വരന്റെ അമ്മ വീട്ടിലേക്ക് മരുമകളായി സ്വീകരിച്ച് പരിപൂർണ മനസ്സോടെ പൂജാമുറിയിൽ വച്ച് താലിയില് കുങ്കുമം ചാർത്തണം. അത്രേ ഉള്ളൂ. ഞാനത് മറന്നമ്മേ. ആ, ഞാനത് മറന്നില്ല. തലമൂത്തവര് അങ്ങനെ ചിലത് മറക്കാത്തതുകൊണ്ടാ കുടുംബം നിലനിൽക്കുന്നത്. എങ്കി പിന്നെ മോൾ ഇവിടെ തന്നെ ഇരുന്നു. ഞാൻ പോയി ഈ പൂജാമുറി ഒന്ന് ഒരുക്കട്ടെ. താലിപൂജയും കൂടി കഴിഞ്ഞിട്ടേ അവന്റെ അടുത്തേക്ക് വിടാൻ കേട്ടോ. കൊറേ കാലം ഇഷ്ടപ്പെട്ട് നടന്നതാണെങ്കിലും കാര്യമായിട്ടൊന്നും മിണ്ടിയും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ രണ്ടാളും. താലിപൂജ കഴിയുന്നതോടെ ഞാൻ എല്ലാ അർത്ഥത്തിലും കണിമംഗലത്തിന്റെ പ്രിയപ്പെട്ട മരുമകളാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.